ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. നഹൂം പ്രവാചകൻ 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെ നമ്മൾ വായിച്ചാൽ ആ ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. परमेश्वर का तीक्ष्णता, परमेश्वर का कोप कितना किसके ऊपर कितना दिन रहेगा करके ऐसा वो सब लिखा है. उसका 3रा वचन जरा पढ़िए. कौन सा उसका चैप्टर कौन सा है? नहूम प्रवाचकन का पहले अध्याय 3रा. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. മേഘം അവന്റെ കാൽ കീഴെ പൊടിയാകുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നോക്കിയ, ദൈവം ഒരു തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം ദൈവം അടി കൊടുക്കും. ഹല്ലേലൂയ. ദൈവം ശിക്ഷിക്കാതെ വിടുന്ന ദൈവമല്ല. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ശിക്ഷ നിശ്ചയം തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാണെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നവരാണെങ്കിൽ അടി നിശ്ചയമാണ്. ഹല്ലേലൂയ. കൂടുതൽ പ്രാർത്ഥിക്കാൻ പ്രസംഗിക്കുന്നവർക്കും ആണെങ്കിൽ നല്ല അടി കിട്ടുന്നത് അതാണ്. അപ്പം ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് ദൈവം പറയുകയാണ്. നോക്കിക്കേ, നമുക്കറിയാം, യോന ഒന്ന് ഒളിച്ചോടിയപ്പം എന്തുവാ ചെയ്തത്? കാറ്റടിപ്പിച്ച് ആ കപ്പലിനെ ഇളക്കി കഴിഞ്ഞിട്ട് അവൻ താഴെ അടിത്തട്ടി പോയി കിടന്നുറങ്ങിയപ്പോൾ അവനെ ഉണർത്താൻ ഒരാളെ വിട്ടിട്ട് അവനെ കൊണ്ടുവന്ന് അവൻ്റെ തെറ്റ് സകലരുടെ മുമ്പിൽ കാണിച്ചിട്ട്, നീയാണ് തെറ്റുകാരൻ എന്ന് കണ്ടുപിടിച്ചിട്ട്, ഇനി നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരോട് തന്നെ ചോദിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, എന്നെ ഈ സമുദ്രത്തിലേക്ക് എടുത്തിട്ടേക്കാൻ. നോക്കിക്കേ, അവനെ കൊണ്ട് തന്നെ ഇല്ല, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നതിൻ്റെ കൂട്ടാണ് ദൈവം ചെയ്തത്. അപ്പൊ യോനായെ കൊണ്ട് തന്നെ അവനുള്ള ശിക്ഷ അവന്റെ വായിൽ കൂടി പറയിപ്പിച്ചു. ഹല്ലേലൂയ. യോനാ से बोलवाया, तुम्हें क्या शिक्षा हम देने का है? योना बोला, मुझे ये नदी समुद्र में डाल दो. तो खुद का मुंह से अपना शिक्षा को पा लिया. हालेलुया. फिर भी समुद्र में मर जाने के लिए परमेश्वर दिया नहीं, क्योंकि परमेश्वर तीक्ष्णता भरा हुआ परमेश्वर है. उन्होंने वो एक कार्य निश्चय किया, तो उन्होंने एक कार्य करने के लिए उद्देश्य किया, तो एक व्यक्ति के द्वारा करने के लिए उद्देश्य किया, तो उसको मरने के लिए नहीं छोड़ेगा. उसको नदी से भी लेकर आकर, समुद्र से भी लेकर आकर उससे कराया. उसको कितना तकलीफ उठाया. मछली उसको खा लिया. मछली के अंदर ദഹിച്ചു പോകാൻ ദൈവം സമ്മതിച്ചില്ല. അല്ലേ? ഒരാള് മീൻ ഒരു മനുഷ്യനെ തിന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ദഹിച്ചു പോത്തില്ലേ? എന്നാൽ ദഹിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവിടെ കിടന്ന് അവൻ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. മത്സ്യത്തിൻ്റെ വായിൽ കിടന്ന്, അല്ലെങ്കിൽ വയറ്റിൽ കിടന്ന് യോന പ്രാർത്ഥിച്ചു. തെറ്റ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തെറ്റ് ചെയ്തു, मैं गलती किया करके वो मछली का पेट में पड़ा रहकर प्रार्थना करने लगा. उधर से वो प्रार्थना परमेश्वर सुना, और प्रार्थना सुनकर क्षमा किया, और समुद्र के बाहर लेके आकर मछली उसको उल्टी कर रख दिया. हालेलुया. परमेश्वर जो कराने के लिए चाहते हैं वो कराएगा. हम कितना भी पीछे हटे, हम कितना भी अनसुनी करे, ज़्यादा तकलीफ हमारा जीवन में आएगा.
ज्यादा तकलीफ उठाना पड़ेगा, ये बात हम भूलो मत। हालेलुया। तो हमें परमेश्वर धार्मिक बनाने के लिए चाहते हैं तो हमें धार्मिक बनाएगा ही। हालेलुया। हम कितना भी दुष्टता कर कर बाहर जाओ, परमेश्वर उसमें से छुड़ाकर धार्मिक बनाकर स्वर्ग राज्य में पहुंच जाएगा। यदि हमारा नाम परमेश्वर दुनिया बनाने के पहले हमें स्वर्ग राज्य का भागी बनाया है, तो हमें इस दुनिया में कितना भी दुष्टता में जिएगा तो भी परमेश्वर हमें उठाकर स्वर्ग राज्य में लेकर जाने के लिए हमारे लिए रास्ता बनाएगा। हालेलुया, हालेलुया। वो थोड़ा तकलीफ का रास्ता रहेगा, मगर कल परसों हमने चिंता किया, हम तो प्रार्थना कर कर, पाप पश्चाताप कर कर, प्रार्थना कर कर, हम स्तुति कर कर हम धार्मिक बन सकता है। ये रास्ता थोड़ा कठिन रास्ता है। हालेलुया। ഈ നീതീകരിക്കപ്പെടുന്ന ഈ വഴി ഇച്ചിരി പ്രയാസമുള്ള വഴിയാണ്। हालेलुया। थोड़ा तकलीफ का रास्ते से हमें ऐसा धार्मिक बनाते हैं परमेश्वर। हम मन नहीं लगाया तो मन लगवाएगा। हालेलुया। ये परमेश्वर का काम है। और नीचे 4 में उधर लिखा है, അവൻ സമുദ്രത്തെ വർഷിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടി കളയുകയും ചെയ്യുന്നു. ബാഷാൻ കർമ്മേലും വരളുന്നു, ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവൻ്റെ സന്നിധി ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവൻ്റെ ക്രോധത്തിൻ്റെ മുമ്പിൽ ആർനിൽക്കും. അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ മുമ്പിൽ ആർനിവർന്നു നിൽക്കും. അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു. ഹല്ലേലൂയ. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കഷ്ടത്തിൽ കൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. അവനെ വിടുവിക്കുകയും അവനെ ഉപയോഗിക്കുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവന്റെ കഷ്ടത്തിൽ ദൈവം ശരണമായി വരും. നമുക്കറിയാം യോനയുടെ ജീവിതത്തിലെ കഷ്ടത്തെ. അവനെ ശരണമായിട്ട് ചെന്നില്ലേ? ഹല്ലേലൂയ. നദിയിൽ വീണു, മത്സ്യം തിന്നു, मछली खा लिया, समुद्र में गिर गया, पानी पिया होगा, मर जाना पड़ता था उधर, मगर परमेश्वर मरने के लिए नहीं दिया। वो कष्ट दिन में, कष्टों में शरण स्थान बन जाता है। हालेलुया। कितना भी बड़ा गुहा में गिर जाएगा तो भी, कुआं में गिर जाएगा तो भी, मछली का पेट में जाएगा तो भी, उधर भी सांस देने के लिए परमेश्वर उधर पहुंचेगा। पानी में गिर जाएगा तो भी सांस देने के लिए परमेश्वर उधर पहुंच जाएगा। നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, हमें उपयोग करने के लिए परमेश्वर चाहते हैं तो परमेश्वर हमें बचाते रहेगा, हमारा शरण स्थान बनते रहेगा करके उधर हमें मालूम पड़ता है। हालेलुया। तो इसके लिए परमेश्वर का स्वभाव के बारे में हम चिंता किया। ये परमेश्वर कितना बार मनुष्यों से बातें करेगा करके उसका 33 का 14 जरा पढ़िए। व्यवस्था विवरण का, व्यवस्था विवरण, सॉरी ईयोब का पुस्तक 33 का, ईयोब का पुस्तक 33 का 14 to 50। यदि वह मनुष्य से अपना मन हटाए और अपना आत्मा और श्वास अपने ही से समेट ले, तो सब देहधारी एक संग नष्ट हो जाएंगे
और मनुष्य फिर मिट्टी से मिल जाएंगे। हालेलुया 33 का 14 ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യർ അത് കൂട്ടാക്കുന്നില്ല താനും. बस बोलिए 14 हाँ, क्योंकि परमेश्वर तो एक क्या वरना 2 बार बोलता है, हाँ परंतु लोग उस पर चिंता नहीं लगाते। हालेलुया सब परमेश्वर खाली 1-2 बार एक मनुष्य से बात करता है। हालेलुया सभी मनुष्य से परमेश्वर 1-2 बार बात करेगा, मगर मनुष्य क्या करते हैं? दुनिया का शब्द सुन कर परमेश्वर का शब्द को सुनता नहीं है और पहचानता नहीं है और उसको ध्यान नहीं करता है। तो परमेश्वर कितना बार मनुष्य से बात करते हैं? ഒന്നോ രണ്ടോ. 1-2 बार। वो परमेश्वर का आवाज को सुनने के लिए हमें ध्यान से बैठना पड़ता है। നമുക്കറിയാം ഈ യെശയ്യാ പ്രവാചകനും യെരമ്യാ പ്രവാചകൻ അങ്ങനെയുള്ള പ്രവാചകന്മാരോടൊക്കെ എത്ര പ്രാവശ്യം ദൈവം സംസാരിച്ചിട്ടുണ്ടെന്നാ നിങ്ങൾ ചിന്തിക്കുന്നത്? मोसे से परमेश्वर रोज बात करता था। ഹല്ലേലൂയ. यशायाह प्रवचन पढ़ेगा तो वो राजा का समय में परमेश्वर बातें किया, फिर दूसरा राजा के समय में बातें किया करके लिखता है। मीन्स 40 साल में बहुत साल में एक बार परमेश्वर बातें करता है। हालेलुया तो परमेश्वर 1-2 बार मनुष्यों से बातें करता है। हालेलुया देवम कैसा बातें करता है करके उसका 33 का 17 पढ़ो, 17 और 18 पढ़ो। മനുഷ്യനെ जिससे അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു. അവന്റെ അസ്ഥികളിൽ ഇടപെടാതെ പോരാട്ടമുണ്ട്. हिंदी में पढ़िए। जिससे वो मनुष्य को उसके संकल्प से रोक और गर्व को मनुष्य में से दूर करे। वह उसके प्राण को गड्ढे से बचाता है और उसके जीवन को तलवार की मार से बचाता है। देखो उधर क्या करते हैं? അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനത്തിന് മുദ്രയിടുന്നു. नहीं 15 भी वचन देखो। ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രിയുടെ ദർശനത്തിൽ ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ परमेश्वर रात के समय में स्वप्न के द्वारा मनुष्यों से बातें करता है और मनुष्यों का रात के समय में सोने का समय परमेश्वर मनुष्य का कान को खोलते हैं। हालेलुया तो उनसे जो बोलने का है, जो प्रबोधन करने का है, वो सुनाकर मुद्रा करता है. हालेलुया മുദ്രയിടുന്നെന്ന് ദൈവം പറയേണ്ടത് സ്വപ്നത്തിൽ പറഞ്ഞിട്ട് മുദ്രയിടുന്നു. ഹല്ലേലൂയ പിന്നെ അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? അവനോട് പറയുന്നത് എന്താ പറഞ്ഞത്? നിന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ തൻ്റെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനുമാ ഈ സ്വപ്നത്തിൽ ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ काहे के लिए परमेश्वर हमसे बातें करता है? पुरुष लोगों को गर्व से छुड़ाने के लिए
और मनुष्य को उनका उसका दुष्कर्म से बचाने के लिए दर्शन में, स्वप्नों में परमेश्वर एक एक बताता है. ആമേൻ സ്തോത്രം ഹല്ലേലൂയ അപ്പൊ നമ്മൾ ദർശനം കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. എൻ്റെ ദുഷ്കർമ്മം മാറുന്നുണ്ടോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ദർശനം തരും. 1-2 പ്രാവശ്യം ദൈവം സ്വപ്നത്തിൽ കൂടി രാത്രിയുടെ യാമങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നാം അത് കേട്ടിട്ട് അത് നമ്മുടെ ദുഷ്കർമ്മത്തിൽ നിന്ന്, നമ്മുടെ ഗർവത്തിൽ നിന്ന്, നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് നാം പിന്മാറുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പിന്നെ 18 പറയാണ്, അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെ വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെ കാക്കാൻ വേണ്ടിയായി ദർശനം കൊടുക്കുന്നത്. ഹല്ലേലൂയ. प्राण को रक्षा करने के लिए, प्राण को दुष्ट लोगों का तलवार से गिरना नहीं मांगता है, इसके लिए परमेश्वर हमें दर्शन देता है. और लिखा है, और क्या लिखा है, तुम्हारा जीवन को रक्षा देने के लिए, संभालने के लिए दर्शन देता है. നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ, നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് വാളാൽ നശിച്ചു പോയിട്ട് നിത്യനരകത്തിൽ പോകാതിരിക്കാൻ ദൈവം തൻ്റെ മക്കൾക്ക് സ്വപ്നത്തിൽ കൂടി ദർശനങ്ങളെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം സ്വപ്നത്തിൽ സംസാരിക്കുന്നത് എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ വിടുവിക്കാൻ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് സ്വപ്നം തരുന്നത്. ഹല്ലേലൂയ. കഷ്ടതയിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതിൻ്റെ 19, 20 ഒക്കെ വായിച്ചാൽ അവിടെ നമ്മൾ കണ്ടത്, തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു, അവൻ്റെ അസ്ഥികൾ ഇടവിടാതെ പോരാട്ടമുണ്ട്, അതുകൊണ്ട് അവൻ്റെ ജീവൻ അപ്പവും അവൻ്റെ പ്രാണൻ സാധുഭോജനവും വെറുക്കുന്നു, അവൻ്റെ മാംസം ക്ഷയിച്ച് കാണാനില്ലാതിരുന്ന അവൻ്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു. हमारा कष्टता से छुड़ाने के लिए परमेश्वर हमसे बातें करता है, हमसे छुड़ाता है. 1-2 बार परमेश्वर मनुष्यों से बातें क्यों करता है? मनुष्यों का कष्टता से छुड़ाने के साथ साथ उसका प्राण को स्वर्ग राज्य पहुंचाने के लिए परमेश्वर चाहते हुए हमसे बातें करता है. तो कभी परमेश्वर धर्मी बन जाएगा करके परमेश्वर सोचते रहते हैं. तो ये कष्टता में से छुड़ाने के बाद मनुष्य धार्मी बनना मांगते करके परमेश्वर चाहते हैं. उसका 33 का 25-26 पढ़िए. मनुष्य कभी धार्मी बन जाता है दैवतोड़. यह तक 20 ना 21 25 33 का 25-26. हाँ, उस मनुष्य की देह बालक की देह से अधिक स्वस्थ और कोमल हो जाए, उसकी जवानी के दिन फिर लौट आए, तब मनुष्य परमेश्वर से विनती करेगा और वह उससे प्रसन्न होगा. वो आनंद से परमेश्वर का दर्शन करेगा और वह मनुष्य के जियो का तियो धार्मिक कर देगा. हालेलुया. स्तोत्र. मनुष्य को कष्टता के समय में परमेश्वर दर्शन देगा, उस दर्शन के अनुसार जिएगा करके हम निश्चय लेगा और परमेश्वर उसका कष्टता के समय में उसको बचाता है.
बचाने के बाद उसका जीवन उसका देह और पुष्टि हो जाएगा और उसका जवानी वापस आएगा। हालेलुया। तो वो परमेश्वर से प्रार्थना करेगा, परमेश्वर उसको उसके ऊपर प्रसन्न हो जाएगा, परमेश्वर प्रसन्न हो जाएगा और परमेश्वर का मुंह वो प्रसन्नता से देखेगा, खुशी से देखेगा। हालेलुया। तो परमेश्वर को खुश करने वाला, जो कष्टता से छुड़कर परमेश्वर को खुश करने के लिए प्रार्थना करने वाला, परमेश्वर का सेवकाई करने वाला, परमेश्वर की इच्छा से जीने वाला लोगों को धार्मी बनाता है करके उधर लिखा है। हालेलुया। तो അവൻ മനുഷ്യനെ അവന്റെ നീതിയെ പകരം കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തിന്റെ നീതി ദൈവം പകരം കൊടുക്കുമെന്ന്. നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, ദൈവത്തിന് സന്തോഷം കൊടുക്കുമ്പോൾ ദൈവം എന്താ നമുക്ക് തരുന്നത്? ദൈവത്തിന്റെ നീതി നമുക്ക് വേണ്ടി തരും പകരമായിട്ട്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ? നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം നമ്മെ പകരം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ നീതി നമുക്ക് വേണ്ടി തരുമെന്ന്, പകരം തരുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ കൂടി നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ വ്യക്തിയാണോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, നമുക്കറിയാം നമ്മളെല്ലാവരും കഷ്ടതയും ദുഃഖവും പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ നിന്നും ദൈവം വീണ്ടെടുത്ത് വിടുവിച്ച് നമ്മളെ ഇത്രത്തോളമാക്കിയതാണ്. നമ്മൾ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ട്? നമ്മുടെ 10 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പുള്ള ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ 20 വർഷത്തെ മുൻപുള്ള ജീവിതം എത്ര കഷ്ടതയും ദുഃഖവും ഭാരവും നിറഞ്ഞ രോഗമുള്ളത് ആയിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നാൽ ഇന്ന് കർത്താവ് നമ്മെ പുഷ്ടി വെപ്പിച്ചു തന്നു, അനുഗ്രഹിച്ചു തന്നു. ആ അനുഗ്രഹത്തിനൊത്തവണ്ണം നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? നാം ദൈവത്തിന് സന്തോഷം കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നീതി നമുക്ക് പകരം തരത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് നീതിമാനാകുകയില്ല. ദൈവത്തിന്റെ മുഖം നമ്മളെ നോക്കി സന്തോഷിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളെ നീതി നമുക്ക് പകരമായിട്ട് തരുന്നത്. നമ്മൾ ദൈവത്തിന് സന്തോഷം കൊടുക്കുമ്പോൾ ദൈവം എന്തോ ചെയ്യും? നമ്മളെ നീതീകരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ തന്നെത്താനെ ഞാൻ നീതിമാനാണെന്നും പറഞ്ഞിട്ട് നടക്കുക. ഹല്ലേലൂയ. എൻ്റെ ഓരോ പ്രവൃത്തിയും, എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും നോക്കിയിട്ട് ദൈവം ദുഃഖിക്കുകയാണോ, ദൈവം കരയുകയാണോ, ദൈവം സന്തോഷിക്കുകയാണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് നീതിമാന്മാരാകുന്നത്? കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തികളായിത്തീരുമ്പോൾ നമ്മൾ നീതിമാന്മാരായിത്തീരും. हमें धर्मी बनना है तो ऐसा परमेश्वर को प्रसन्न करने के लिए, खुश करने के लिए कोशिश कीजिए. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി നന്ദിയോടെ പ്രാർത്ഥിക്കുന്നവനായി തീരണം, സ്തുതിക്കുന്നവനായി തീരണം, സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. അപ്പോൾ ദൈവം എന്തോ ചെയ്യും? അവന് പ്രസാദിക്കും. നമ്മളിൽ ഓരോരുത്തരിലും പ്രസാദിക്കും. അവനെ നോക്കി ദൈവത്തിൻ്റെ മുഖം സന്തോഷിക്കും. സന്തോഷത്തോടെ ദൈവം നമ്മെ നോക്കും, നമ്മെ കാണും. ദൈവത്തെ സന്തോഷിപ്പിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? സന്തോഷിപ്പിക്കുന്ന മകന്
ദൈവം പകരം നൽകുന്നതാണ് നീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രസാദിപ്പിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കേണ്ടതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. कैसा प्रार्थना करने का, प्रसन्नता करने के लिए कैसा प्रार्थना कर 33 का 27 पढ़ेगा तो उधर लिखा है कैसा परमेश्वर का मुंह को खुश कर सकता है, कैसा प्रार्थना कर सकता है करके उधर लिखा है. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറഞ്ഞത്, ഞാൻ പാപം ചെയ്ത് നേരായുള്ളത് മറിച്ചു കളഞ്ഞു, അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല. അവൻ എൻ്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു, എൻ്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു. ഇതാ ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെ മനുഷ്യനോട് ചെയ്യുന്നു. അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ മതി. അപ്പം ഇത് 2-3 പ്രാവശ്യം ദൈവം സംസാരിക്കും, 2-3 പ്രാവശ്യം നമ്മളെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കും, 2-3 പ്രാവശ്യം ദൈവം നമ്മളെ ഇത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാ? ദൈവം 2-3 പ്രാവശ്യം ഇതൊക്കെയും ചെയ്തിട്ട് നമ്മുടെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. हमारा प्राण को रक्षा करने के लिए और जीवन का प्रकाश से हमें भरने के लिए परमेश्वर ये 2-3 बार हमसे दर्शन देते हैं, हमारा कष्टता से छुड़ाता है. ये सब परमेश्वर करते हैं. हमें परमेश्वर को प्रसन्न करने वाला एक व्यक्ति हम बनना मांगते हैं. इसके लिए तो हम परमेश्वर को प्रसन्न कर कर हम जीने वाला व्यक्ति है, तो पूर्ण मन से पूर्ण समर्पण के साथ प्रार्थना स्तुति करने वाला व्यक्ति है तो परमेश्वर हमसे प्रसन्न हो जाएगा. परमेश्वर का मुंह अपने को मालूम है. हमारे बच्चे लोग, छोटा बच्चे लोग, बड़ा बच्चे लोग भी हो, कुछ भी अच्छा अपने को खुश करने के लिए कुछ करेगा तो हमें हंसी आ जाता है. हमारा मुंह एकदम खुश हो जाता है. तो ऐसा ही हम बच्चे लोग परमेश्वर हमें बचाने के बाद, कष्टता से छुड़ाने के बाद हम कभी भी स्तुति आराधना प्रार्थना करते रहेगा और उनका इच्छा के अनुसार जीते रहेगा तो परमेश्वर हमको ऐसा ही देखे रहेगा. ആമേൻ. സ്തോത്രം. ചിരിച്ചുകൊണ്ട് ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കണം. എപ്പോഴും കർത്താവ് നമ്മളെ ചിരിച്ചോണ്ട് നോക്കിയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൽ നിന്നും പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന മക്കളായി നമ്മൾ മാറിയിട്ട് നമ്മൾ സന്തോഷത്തോടെ നമുക്ക് നീതി പകരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നീതിമാന്മാരാകാൻ വേറൊരു വഴി ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കഷ്ടതയിൽ നിന്ന് വിടുവിച്ച് നമ്മെ നീതിമാന്മാരാക്കുന്ന ദൈവം, കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഭാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുകൊണ്ട് നമ്മെ നീതിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. കഷ്ടതയിൽ നിന്ന് വിടുവിച്ചൽ പ്രാപിച്ച് നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആരാധന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ആരാധന. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, വചനപ്രകാരം പ്രാർത്ഥിക്കണം, വചനപ്രകാരം സ്തുതിക്കണം, വചനം കേട്ട് കുത്തുകൊണ്ടിട്ട് പാപമേറ്റു പറയണം, മാനസാന്തരപ്പെടണം. വചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറണം, വചനം സുവിശേഷിക്കുന്നവരായി മാറണം. അപ്പോഴൊക്കെ ദൈവം ഒത്തിരി നമ്മളെ നോക്കി സന്തോഷിച്ചിട്ട് ദൈവം നമ്മളെ നീതിമാനെന്ന് പ്രഖ്യാപിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഈ വചനത്താൽ परमेश्वर हमें धार्मिक बनाकर हम परमेश्वर को खुश करने का समय हमें वो खुशी से हमें धार्मिक बनाएगा. हम धार्मिक बनकर स्वर्ग राज्य प्राप्त करने के लिए
हमें इस वचन सहायता करे। आमीन। हम प्रार्थना करेंगे। परमेश्वर के सन्निधि में समर्पण कीजिए। आमीन। കേട്ട വചനപ്രകാരം ജീവിച്ച് നീതിമാന്മാരായി തീരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി തീരുവാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരുക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് മൂലം നമ്മളെ ഒരുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുമാറാകണമേ. ആമേൻ. സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങൾക്കും എല്ലാം അയച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് എല്ലാവരും നീതിമാന്മാരായിട്ട് സ്വർഗരാജ്യത്തിലെത്തുവാൻ അത് കാരണമായി തീരും. നമ്മൾ മുഖാന്തരം ഒരാത്മാവ് രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. അതിനായി ഒരുക്കാം. ദൈവം അതിന് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. ആമേൻ.